സഹൃദയരെ, ഇംഗ്ലീഷ് മിത്ര അവതരിപ്പിക്കുന്ന FAQ സെഷൻ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചായിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചത്. അത് ഈ സാധനം ക്യാമറയുടെ പുറകിരിക്കുന്ന ബച്ചു എന്ന് പറയുന്ന ആളും എന്നെ കൊണ്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതിനൊരു കാരണമാണ്, ഞാൻ അവസാനം പറയാം. സോ എനിവേസ്, ഇന്ന് നമ്മൾ FAQ സെഷനിലാണ്. വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. അപ്പോൾ FAQ സെഷനിൽ നമ്മൾ നിങ്ങളുടെ കോമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന സെഷനാണ്. അപ്പം ഡൗട്ട് എന്ന് പറയുമ്പോൾ കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇപ്പം 10 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 10 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ളതും ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നതെങ്കിൽ സംസാരിച്ച് പഠിച്ചാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇംഗ്ലീഷ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പേഴ്സണൽ ട്രെയിനേഴ്സിനെ പ്രൊവൈഡ് ചെയ്തൊരു കോഴ്സ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത് ഓക്കെ, ഇതെനിക്ക് പറ്റുന്ന കോഴ്സാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കിത് പറ്റില്ല എന്നുള്ളത്. പറ്റുന്ന കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ അഡ്മിഷൻ എടുക്കുക, എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. I hope that you remember me. ഉണ്ടോ ഈ മുഖം? അതുപോലെ I hope that you remember me. അതുപോലെ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. I believe that you remember me. I hope you remember me. പിന്നെ I think you remember me. കുറേ വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും പോയി കാണുമ്പോൾ I think you remember me എന്നാണ് ചോദിക്കത്തില്ലല്ലോ അല്ലേ? ചോദിക്കോ? ഇല്ല. I think I remember. I think I know you. അങ്ങനെ പറയും. I think I know you. എനിക്ക് തോന്നുന്നത് എനിക്ക് നിന്നെ അറിയാനാണ്. കണ്ട നല്ല പരിചയമുണ്ട്. അതെ, അങ്ങനെ ഒത്തിരി പേര് പറയാറുണ്ടല്ലേ. പക്ഷെ ഇതെന്ന് പറയുന്നത് നിങ്ങൾ കുറെ നാളുകൂടി ആരെയോ കണ്ടിട്ട് അവരോട് ചോദിക്കുകയാണ് എന്നെ ഓർമ്മയുണ്ടോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ക റൈറ്റിംഗ് ലാംഗ്വേജ് ഐ ഗസ്. ഓർമ്മയുണ്ടോ ഈ മുഖം എങ്ങനെ പറയും? ഓർമ്മയുണ്ടോ ഈ മുഖം? Don't you remember me? Don't you remember this? Don't you remember me? ഈ മുഖം ഉദ്ദേശിക്കുന്നത് എന്നെ ഓർമ്മയുണ്ടോന്നാണ്. നല്ലല്ലേ പഞ്ചിട്ടുള്ളൂ. Don't you remember this face? അങ്ങനെ ചോദിക്കാം. പഞ്ചിട്ടാൻ വേണ്ടി. ഓക്കെ, നമ്മള് അടുത്തത് ഇത് പറയാം. ഇത് വീണ്ടും വന്നതാ. അത് വീണ്ടും വന്നതാ. Doesn't he can see എന്ന് പറയുമോ? No. 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 ഓൾറെഡി can ഉണ്ടല്ലോ, പിന്നെ എന്തിനാ doesn't? Can he see? അല്ലെങ്കിൽ he can see അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അത് ഗ്രാമാറ്റിക്കലി ശരിയല്ല, പക്ഷേ സ്ലാങ് യൂസ് ചെയ്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നണം. ഒരാളുടെ മുന്നിൽ വന്നിട്ട് അവന് കാണുമോ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എന്താ ഹി ക്യാൻ സീ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുന്നത് കാണ്ട് ഹി സീ ആണ് കുറച്ചുകൂടി കറക്റ്റ് കേട്ടോ. കാണ്ട് ഹി സീ അല്ലെങ്കിൽ ക്യാൻ ഹി സീ എന്നുള്ളത് ചോദിക്കാം. ഇനി എനിക്ക് ഞാനാ ചോദിക്കുന്നത്. എനിക്ക് ഈ ജൂൺ 15 പൈസ തിരിച്ചു തരണം. I need the money back within June 15th or I need the money back by June 15th. അതെ, എനിക്ക് ഈ പൈസ ആർക്കോ പൈസ തരാനുള്ള ആരോ കോമന്റ് സെക്ഷനിൽ ഇട്ടൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ കോമന്റ് സെക്ഷനിൽ 15-നകം ഈ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ചോദിക്കേണ്ടി വരും. നിനക്ക് തോന്നിയതായിരിക്കും. You can say it's just in your head. It might be your feeling. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല. It might be your feeling. It might be your feeling and movies-നകത്ത് കേട്ടിട്ടുണ്ട്. It's just in your head ആണ്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ടാണ് എന്തെങ്കിലും അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും. അങ്ങനെ പറയില്ലേ? അവിടെയാണ് നമ്മൾ it's just in your head പറയുന്നത്. അതെ, ഓക്കെ. ഞാൻ ചോദിക്കാം. ഞാൻ മനുവിന്റെ കയ്യിൽ ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. മനു കൊറേ നാളായിട്ട് ചെക്ക് കൊണ്ട് നടക്കുക. ചെക്ക് കൊണ്ട് ഫുള്ളി ഇങ്ങനെ പോവാ. മനുവിന്റെ കയ്യിൽ ഞാൻ ചെക്ക് കൊടുത്തു വിടുമോ? ഇനി ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഫൈനലി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി എന്നെത്തും മനു? എന്നെത്തി ഈ ചെക്ക് എന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് എന്ന് പൈസ കിട്ടാനാ ചേട്ടനെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിവേ വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് വെച്ചാല് I have sent the check with Manu. I have sent the check with Manu എന്ന് പറയാവുന്നതാണ്. എന്തെങ്കിലും എത്തും കേട്ടോ. അടുത്തെങ്ങനെ എത്തുമ്പോൾ ഞങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ. ഇനി അടുത്തൊരാൾ ചോദിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. കെട്ടുക. പുള്ളിക്കാരൻ അതേ അയച്ചിട്ടുള്ളൂ. കെട്ടുക. എന്ത് കെട്ടുക? കയറ് കെട്ടാനാണോ, അതോ പശുവിനെ കെട്ടാനാണോ, അതോ പുള്ളിക്ക് കല്യാണം കഴിക്കാനാണോ എന്നറിയില്ല. അത് ഞങ്ങളോട് പോയി കെട്ടാൻ പറയുന്നതാണോന്നും അറിയില്ല. കെട്ടുക. എന്താ കെട്ടുക? എന്താ കെട്ടുക? പറഞ്ഞില്ലേ,
എനിക്കൊരു കെട്ടുകായെ അറിയത്തുള്ളൂ. കല്യാണം കഴിക്കുക കെട്ടുകയാണ്. മെയിൻലി അക്സക്ക് ഇനി ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ചാണ് അക്സ ചിന്തിക്കുന്നത്. കെട്ടുക, അപ്പൊ കല്യാണം കഴിക്കുക, കെട്ടുക, അതായിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പശുവിനെ കെട്ടുക അതൊക്കെ പറയും. ടൈ 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 പറയും. ടൈ നോട്ട് പറയും. കല്യാണം കഴിക്കുക. ടൈ നോട്ട് ഇസ് കല്യാണം കഴിക്കുന്നതിന് വേണ്ടി അത് പറയുന്നത്. അതെ, അല്ലാതെ നമ്മൾ ചുമ്മാ കയറ് കെട്ടുന്നതിനും പറയും. നോട്ട് എന്ന് പിന്നെ എന്തിനാ പറയുന്നത്? ഈ കയറിങ്ങനെ നമ്മള് അപ്പൊ അത് തന്നെയാണല്ലേ കല്യാണത്തിന് ഉപയോഗിക്കുന്നത്. അതായത് പശുവിനെ കെട്ടണ പോലെ തന്നെ നമ്മളെയും കെട്ടുക. അതെ, അതാണ്. അപ്പൊ ഇങ്ങനെ കെട്ടുന്നതിന് ടൈ നോട്ട് എന്ന് പറയും. ടൈ ദ നോട്ടാണ് കല്യാണം. ശരിയാ. പിന്നെ മാരി. ശരിയാട്ടോ. അല്ലെങ്കിൽ ടൈ സംതിങ്. ടൈ ആണ് കെട്ടുക. ഓക്കെ. ടൈ ദ നോട്ട് എന്ന് പറയുമ്പോ കല്യാണം. ഇനി ഒരു സ്പെഷ്യൽ ആളാണ് സുനി സനി സുനി. ചേച്ചി ഓരോ വീഡിയോ വിടാതെ ഇനി ഈ വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആവും, ഞങ്ങൾക്കറിയാം. ഞങ്ങള് ഇത് ചെയ്യുന്നതിനെക്കാട്ടും ഞങ്ങള് എന്താ മൈക്കിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ വെച്ച്? ഓക്കെ. ഞങ്ങൾ ഈ വീഡിയോ കുറച്ച് വരാൻ എനിക്കൊന്ന് ഈ ഇത് മാസം ജൂൺ മാസം അവസാനമാണ് ഈ വീഡിയോ വരാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും പുള്ളി എല്ലാ വീഡിയോയിലും കയറി കോമന്റ് ഇടും. പുള്ളി എല്ലാ വീഡിയോ മിസ് ചെയ്യാതെ പുതിയ വീഡിയോയിലൊക്കെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് പ്ലീസ്, രാജീവ് ഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് പ്ലീസ്, എല്ലാ വീഡിയോയിലും വന്നിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ രാജീവ് ഗാന്ധി മാറി പിണറായി വിജയനും പ്രധാനമന്ത്രിയായി മറ്റു മുഖ്യമന്ത്രി എന്നായിരുന്നു. ഇങ്ങനെ പറയാം, what is the ordinal status of Rajiv Gandhi as the Prime Minister of India? അല്ലെങ്കിൽ what is the chronological order of Rajiv Gandhi among the Prime Ministers of India എന്ന് നമുക്ക് പറയാം. ചേട്ടൻ ഇനി എല്ലായിടത്തും കയറി കോമന്റ് ഇടണ്ട, നമ്മുടെ പ്ലേലിസ്റ്റ് കൂടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ. സുനി സനി സുനി ആരോടെങ്കിലും ചോദിക്കാനായിരിക്കും അല്ലേ എന്താ പ്രശ്നം തന്നെ. കാരണം മറ്റേ പ്രാഞ്ചേട്ട സിനിമയില്ല, അതിൽ ഇതൊരിക്കലും ഉത്തരം കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങ് ചിത്രീകരിച്ചു. അതുപോലെ തന്നെ വേറെ സംഭവമുണ്ട്, ഇംഗ്ലീഷ് ഓർക്കുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, നല്ല മൂവിയാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ വിച്ച് ഇസ് എൻറ്റയർലി നോട്ട് കറക്റ്റ്. കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, വൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് വൈ നോട്ട് ദി ഇന്ത്യ? അത് അമേരിക്ക വലിയ രാജ്യമായതുകൊണ്ടല്ല. കാരണം ഇറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് അതുകൊണ്ടാണ്. ദുബായ് നമ്മൾ പറയത്തില്ല, ദി എമിറേറ്റ്സ് എന്നാ പറയുന്നത്. സോ അമേരിക്ക നമ്മൾ പറയത്തില്ല, അമേരിക്ക എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സിംഗിൾ രാജ്യമല്ല, അതുകൊണ്ടാണ് അവിടെ ഇല്ലാത്തത്. അതെ, ഞാനും ശരിക്കും വിചാരിച്ചിരുന്നത് നമ്മളെന്തോ ഭയങ്കര പാവങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരെയൊക്കെ വെറും ഒരു വൃത്തിയുടെ രാജ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ദായും ദീയൊന്നും തരാത്തതെന്നാ. പക്ഷെ ആക്ച്വലി ഇത് ഫാക്ട് ഇതാണ്. അപ്പൊ അതുപോലെയാണ് കുറെ ഫിലിം റെഫറൻസസിൽ. അതുപോലെ തന്നെ വേറൊരു പറയാം, അസൈൻമെന്റിന്റെ സ്പെല്ലിങ് ശരണ്യ സൈലന്റ്. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്താണെങ്കിൽ സൂപ്പർ ഷണ്ണിക്കകത്ത് അതൊരു ഇമ്പോസിബിൾ വേർഡ്. അസൈൻമെന്റ് സ്പെല്ലിംഗിൽ നിനക്കറിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അത് പറയുന്നത് ഇത്ര ടഫ് ഒന്നും അല്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പൊ അതാണ് സംഭവം. ചേട്ടാ സുനി ചേട്ടാ, ഐ ഹോപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പറയാം, വാട്ട് ഈസ് ദി ഓർഡിനൽ സ്റ്റേറ്റസ് ഓഫ് രാജീവ് ഗാന്ധി ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അത്രയും മതി. ഇതിനിപ്പോൾ രാജീവ് ഗാന്ധി മാറിയിട്ട് ഇന്ദിരാഗാന്ധി ആണെങ്കിലും സെയിം ആണ്, പേര് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ ഇന്ദിരാഗാന്ധി മാറ്റിയിട്ട് മോദി ആണെങ്കിലും സെയിം ആണ്. നമ്മുടെ പിന്നെ അതിന് താഴെ അപ്പൊ എങ്ങനെയാ മോദി എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് എങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് എഫേർട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ വീഡിയോയിലൊക്കെ താഴെ അപ്പൊ സെയിം നമ്മൾ പഠിപ്പിച്ചതാണെങ്കിൽ തന്നെ വേറൊരു എക്സാമ്പിൾ മലയാളത്തിൽ എഴുതിയിട്ട് ഇതെങ്ങനെ പറയും എന്നുള്ളതിന് പലർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. എന്നിട്ട് തെറ്റാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. നമ്മൾ പറയുന്ന സെന്റൻസസിലെ വാക്കുകൾ മാറ്റിയിട്ട് വേറെ സെന്റൻസസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് വീഡിയോയിൽ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അടുത്ത ആവണം. കഴിഞ്ഞ നാട്ടിൽ കഴിഞ്ഞ വർഷം നീ തെറ്റിച്ച് ഞാൻ തെറ്റിച്ച് പ്രാവശ്യം. കഴിഞ്ഞ തവണ നാട്ടിൽ പോകുന്നതിന് മുൻപേ ആ പണം എന്നിൽ നിന്നും ചിലവായി പോയിരുന്നു. പോയിരുന്നു. എപ്പോഴും സംഭവിക്കണം, സാരമില്ല. I had spent the money
ബിഫോർ ഐ വെന്റ് ഹോം ലാസ്റ്റ് ടൈം. അത്രയും ചെറുതാക്കി പറയാൻ പറ്റുമോ? അതെ, ഞങ്ങൾ പോയി. ഇത് മലയാളത്തില് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുമ്പേ എല്ലാ പൈസയും തീർന്നു, അത്രേ ഉള്ളൂ. ഇദ്ദേഹം എന്നിൽ നിന്നും ചിലവായി പോയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ദാറ്റ് സിമ്പിൾ. അങ്ങനെയാണ്. കാരണം എന്താണെന്ന് പറയുക, കോമന്റ് എഴുതുമ്പോൾ അവരുടെ സ്ലാങ്ങിൽ എഴുതിയാൽ നമുക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് ചിലർക്ക് ഡൗട്ടുണ്ട്, ചിലർക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കറക്റ്റ് ശുദ്ധ മലയാളത്തിൽ എഴുതി അയക്കുന്നത്. അപ്പം മേക്സ് ഇറ്റ് ഈസിയർ ഫോർ അസ്. ഞങ്ങൾക്ക് അതുകൊണ്ട് എളുപ്പമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഫൈനൽ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ഫ്രഷ് ഒരു കോമന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഇവഞ്ച്വലി എന്ന് പറയുമ്പോൾ അവസാനം എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നത് ഫൈനലി എന്ന് പറയുമ്പോൾ അവസാനം. അപ്പം ഏതാണ് കറക്റ്റ്? ഇവഞ്ച്വലി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഗ്രാജുവലി പതുക്കെ അവസാനത്തിൽ എത്തുമ്പോഴത്തേക്ക് എന്നുള്ള അർത്ഥവും, ഫൈനൽ എന്ന് പറഞ്ഞാൽ അവസാനം എന്നുള്ള അർത്ഥവും. ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് ദ തിങ് ഈസ് വലിയ വ്യത്യാസം ഇല്ലാന്ന് വെച്ചാൽ ഉണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്, മലയാളത്തിൽ പറയുമ്പം ആക്ച്വലി വലിയ വ്യത്യാസം ഇല്ല. അതുകൊണ്ടാണ് രണ്ടിൻ്റെയും അർത്ഥം അവസാനമായി അല്ലെങ്കിൽ അവസാനത്തോട് അടുക്കുമ്പോൾ എന്നുള്ള രീതിയിലാണ്. ചില കേസിൽ സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യാറ്. ഐ മീൻ ഇവൻച്വലിയുടെ സിനോണിമായിട്ട് നമ്മൾ ഇവൻച്വലി ഹി എഗ്രീഡ് എന്ന് വെച്ചാൽ എന്താ, അവസാനം സമ്മതിച്ചു. ഫൈനലി ഹി എഗ്രീഡ് എന്ന് വെച്ചാൽ അവസാനം സമ്മതിച്ചു, അത്രേ ഉള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെയാണ് വേണ്ട കൺസ്ട്രക്ഷൻ. പിന്നെ വേറെ സംഭവമുണ്ട്, നമുക്ക് വേറെ കോമന്റ് വരുന്നത്. ഞാൻ ആദ്യം തുടങ്ങിയപ്പം ഭയങ്കര വിയേർഡായിട്ട് സഹൃദയരെ ഈ പരിപാടിയിലേക്ക്, ഇംഗ്ലീഷ് മിത്ര അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു കോമന്റ് വന്നിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ. നമ്മൾ ഒട്ടും ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നില്ല, ഇംഗ്ലീഷ് യൂസ് ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് പ്രോഗ്രാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ എന്ന്. ലുക്ക്, ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലേ, ഓരോ സെൻറ്റൻസ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് നമ്മൾ കാണുന്ന കാണികളിൽ കൂടുതൽ അവർക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തെങ്കിലും ഇംഗ്ലീഷിലുള്ള സെൻറ്റൻസ് മലയാളത്തിൽ അത് എങ്ങനെ വന്നു എന്നുള്ള രീതിയിൽ പഠിപ്പിക്കണം. നമ്മൾ മലയാളം യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതൊരു സൈഡിൽ. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്, എനിക്ക് അതിനകത്തൊരു വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ നിങ്ങളെ പരിപാടി കാണുന്നവർ കൂടുതലും മലയാളികളാണ്, അപ്പോൾ നിങ്ങൾ അത് വിസ്മരിക്കരുതെന്ന്. ഞങ്ങൾ വിസ്മരിക്കുന്നില്ല, പക്ഷേ ഇംഗ്ലീഷിൽ ഉള്ള കാര്യം ഇംഗ്ലീഷിൽ പറയാതെ എങ്ങനെയാണ് അത് ഇംഗ്ലീഷ് പഠിപ്പിക്കുക? ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. കാരണം നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് മിക്സ്ഡ് ഓഡിയൻസ് ആണ്. എന്നുവെച്ചാൽ ചിലർക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഇഷ്ടം, ചിലർക്ക് മലയാളത്തിൽ പറയുന്നതാണ് ഇഷ്ടം. സോ നമുക്ക് ഒരു രീതിയിൽ മാത്രം ചെയ്യാൻ പറ്റത്തില്ല, നമുക്കിത് രണ്ടും മിക്സ് ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ് ആയാലും ഇതുപോലത്തെ കോമ്പിനേഷൻ വീഡിയോ ആയാലും നമ്മുടെ ലൈവ് സെഷൻ ആയാലും നമുക്ക് മിക്സ് ചെയ്തേ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ലാംഗ്വേജ് തന്നെ കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷ് പറയാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഇംഗ്ലീഷ് മാത്രം പറഞ്ഞുകൊണ്ട് മലയാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് സംഭവം തമ്മിൽ ഒരു ഫൈൻ ലൈൻ ഉണ്ട്, അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, മാക്സിമം എനിക്ക് തോന്നുന്നത് ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് മാക്സിമം ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്ത് തന്നെയാണ് പോണത്. ഈക്വലി എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്ക്, നമ്മളിപ്പം ഈ കോമന്റ് സെക്ഷനിൽ തന്നെ നോക്കാം, നമ്മളൊരു മലയാളം ഫ്രേസ് എടുത്ത് അതിൻ്റെ ഇംഗ്ലീഷ് പറയാണ്, അല്ലെങ്കിൽ വേറൊരു ഇംഗ്ലീഷ് വേർഡാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മലയാളം പറയുന്നില്ലേ? അത് അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ മലയാളികളെ അങ്ങനെ ഇത് ചെയ്യുന്ന, ഞാൻ മലയാളിയാണ്, ഞാൻ എന്നെ തന്നെ അങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കോ? മലയാളം ഇസ് എ ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ഇവിടെ നമ്മൾ എല്ലാവരോടും മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇംഗ്ലീഷൊക്കെ നമുക്ക് എങ്ങനെയും പഠിക്കാം. മലയാളം അറിയത്തില്ലാത്ത ഒരാളെ മലയാളം പഠിപ്പിച്ചു നോക്കുമ്പോൾ അറിയാം. അതിന്റെ ബുദ്ധിമുട്ട്. മലയാളം the second toughest. അതെ, as I know. എനിക്ക് അറിയാവുന്നിടത്തോളം സെക്കൻഡ് ടഫസ്റ്റ് ആണ്. ഇനി വേറെ ആരെങ്കിലും അല്ല ഞങ്ങളുടേതാണെന്നൊന്നും പറഞ്ഞു വരുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് സെക്കൻഡ് ടഫസ്റ്റ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ ആണോ എന്തോ വേൾഡ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല. മലയാളം is a tough language anyway. പല അക്ഷരങ്ങളും അതൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ വെള്ളം കുടിച്ചു പ്രൊനൗൺസ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ എന്ത് ബുദ്ധിമുട്ടിയാ പഠിച്ചത്. മലയാളികൾ തന്നെ ഈ ചെക്കന്മാരൊക്കെ പറയാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവൻ എന്നാണ് ഏഴിന് പറയുന്നത്. ശരിയാ. വാഴയ്ക്കാന്ന് പറയാതെ വായിക്കാന്ന് പറയുന്നവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തില് ഇംഗ്ലീഷ് മിത്രത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയൻ ഈ സിംഹം പറയാൻ പറ്റത്തെ കുറെ നാള് സിംഹത്തിന്റെ കടുവ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. സിംഹം എന്ന് പറയാൻ അറിയാത്തോണ്ട്. സോ സത്യമായിട്ടും അവന്റെ മലയാളം ഭയങ്കര തമാശ. കാരണം എൻ്റെ അനിയൻ്റെ ഞങ്ങളുടെ ഒരു ഇംഗ്ലീഷ് സാർ ഉണ്ടായിരുന്നു, രജിത് സാർ തന്നെയായിരുന്നു ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ മലയാളം പഠിപ്പിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനുണ്ട്, ഇവൻ മലയാളത്തിൽ എഴുതിയ നോട്ട്സ് ഒക്കെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും വായിച്ചിരിക്കും. ഭയങ്കര മോശം. ഇപ്പോഴും അവൻ അറിയത്തില്ല മലയാളം എഴുതാൻ. സോ മലയാളം ഇസ് വെരി ടഫ്, ഇംഗ്ലീഷ് ഇസ് ഫാർ ഈസിയർ ടു ലേൺ എന്നെ സംബന്ധിച്ചിടത്തോളം. സോ ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് പ്രോഗ്രാം അങ്ങനെ വിയേർഡായിട്ട് എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ഗേസ്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഭീഷണിപ്പെടുത്തി ചെയ്തതാണ്. ഇതിന്റെ പുറകിലുള്ള ഈ സംഭവം രേവതിയുടെ എനിക്കത് അറിയത്തില്ല. ഞാൻ കേട്ടപ്പോ രസം തോന്നിയപ്പോ രസല്ലേ സഹൃദയരെ?
ഓക്കെ അപ്പം ഓക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു FAQ സെഷനിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ് എബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ബൈ. English Mithra. Stop worrying, start learning.